നടൻ സിദ്ദിഖ് അമ്മ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ വൈറലായത് ബീന ആന്റണിയുടെ ഒരു വീഡിയോ ആയിരുന്നു. നടി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ആശ്വസിപ്പിക്കുന്നതുമെല്ലാമായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മകൻ സാപ്പിയുടെ വേർപാടിന് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ സംസാരിച്ച വീഡിയോയാണ് അതെന്ന സത്യം വെളിപ്പെടുത്തി ബീന ആന്റണി രംഗത്തു വരികയും ചെയ്തു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു നടിയുടെ വെളിപ്പെടുത്തലിൽ തന്നെക്കുറിച്ചുണ്ടായ മോശം പരാമർശത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ബീന ആന്റണി. വർക്കില്ലാത്തതിനാൽ മറ്റു പണികൾക്ക് പോയെന്നും മറ്റുമായിരുന്നു ആ നടിയുടെ വെളിപ്പെടുത്തൽ. ഇത് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ബീനയെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്നാണ് ബീന ആന്റണി ലൈവിൽ വരികയും നടിക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണെന്ന കാര്യവും വെളിപ്പെടുത്തിയത്. കുറേ പേരുണ്ട് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല. എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. ഞാനൊരു ആക്ട്രസ്സായിട്ട് അംഗീകരിക്കാനായിട്ട് എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല ബീന ആന്റണി, അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ. ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സൊക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള കുറേ വേറെ എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായ ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ എത്രയോ വർഷങ്ങളായിട്ട് 33 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ. ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 1.5 മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും, ടച്ച് വുഡ്, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ എവിടെയോ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധവൻകുട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോഴും വർക്ക് കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല. അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല. അത് അവരുടെ ഗതികേടാവാം, അവരുടെ സാഹചര്യമാവാം, അതൊക്കെ അവരുടെ വിഷയം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.